അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ റമദാൻ വിട പറയാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിശ്വാസികൾ ഒന്നടങ്കം അള്ളാഹുവിലേക്ക് കയ്യുയർത്തി തേടുന്നത് പരിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കണം, പ്രതികൂലമായി സാക്ഷി നിൽക്കരുത്. ഈ ഒരു അപേക്ഷയാണ് ഇപ്പോൾ പ്രിയപ്പെട്ട എല്ലാ വിശ്വാസികളും അള്ളാഹുവിനോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്ന മുഅ്മിനീങ്ങളിൽ നമ്മളെ ഒക്കെപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് ഒരു സ്വഹാബി വന്നിട്ട് ചോദിക്കുകയാണ്, അമീറുൽ മുഅ്മിനീൻ, ഞാൻ ഒരു നല്ല വ്യക്തിയാണോ? ഞാൻ അള്ളാഹുവിന്റെ മുന്നിൽ നല്ല ആളാണോ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചോദിച്ച 3 ചോദ്യമുണ്ട്. ഒന്ന്, നിന്നെ കുറിച്ച് ഞാൻ നല്ലത് എന്ന് പറയണമെങ്കിൽ ഒന്നിക്കിൽ നീ എൻ്റെ കൂടെ താമസിച്ച് എനിക്ക് പരിചയമുണ്ടാവണം, അതെനിക്കില്ല. അല്ലെങ്കിൽ നീ എൻ്റെ അയൽവാസിയായിട്ട് താമസിച്ചിട്ടുള്ള ബന്ധം എനിക്കുണ്ടാവണം, അതും നമ്മളില്ല. മൂന്നാമത് പറഞ്ഞത് ഒന്നിച്ചുള്ള ഒരു യാത്ര നമുക്കുണ്ടാവണം. ഈ 3 കാര്യങ്ങൾ നമ്മിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നിന്നെക്കുറിച്ച് എനിക്ക് വളരെ വ്യക്തമായി ആരോടെങ്കിലും പറയാൻ സാധിക്കും നീ എങ്ങനെയുള്ളവനാണ് എന്ന്. ഇവിടെ നാം ചിന്തിക്കുക, റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കണേ എന്ന് പറയുമ്പോൾ പരിശുദ്ധ റമദാൻ ഇന്ന് 26 നോമ്പ് നമ്മിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇത്രയും ദിവസക്കാലം നമ്മോടൊപ്പമായിരുന്നു പരിശുദ്ധ റമദാൻ. റമദാനു ഷരീഫ് നമ്മെ ഓരോരുത്തരെയും കൃത്യമായി നിരീക്ഷിക്കുകയാണ്. നാം ഓരോരുത്തരും എങ്ങനെയാണ് റമദാനിനെ കൊണ്ടു നടക്കുന്നത്? പരിശുദ്ധ റമദാനിന്റെ ഓരോ ദിനരാത്രങ്ങളും റമദാനിനോടുള്ള ബഹുമാനത്തോടുകൂടിയും ആദരവോടുകൂടിയും നാം എന്തൊക്കെ ചെയ്യുന്നുണ്ട്, നാം എങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവനും വളരെ കൃത്യമായി റമദാനു ഷരീഫ് നമ്മെ ഓരോരുത്തരെയും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് നിരീക്ഷിക്കുന്നത്? നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ചെന്ന് നമ്മെക്കുറിച്ച് റബ്ബിനോട് പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി. നന്മ ചെയ്തവരാണെങ്കിൽ, ഇബാദത്ത് കൊണ്ട് റമദാനിനെ കൃത്യമായി ഉപയോഗപ്പെടുത്തിയവരാണെങ്കിൽ അവരെക്കുറിച്ച് അങ്ങനെ തന്നെ പറയും. അനിയല്ല, അലസമായി റമദാനിന്റെ ഓരോ ദിനരാത്രങ്ങളും നഷ്ടപ്പെടുത്തിയവരാണെങ്കിൽ അതിനെക്കുറിച്ചും അങ്ങനെ തന്നെ അവിടെ നിന്ന് പറയുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മഹ്ശറിലുള്ള ഒരു സംഭവത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു മനുഷ്യനെ മലക്കുകളൊക്കെ ശിക്ഷിക്കപ്പെടുകയാണ്. ഈ സമയത്ത് ആക്രമിക്കപ്പെടുന്ന ആ ചെറുപ്പക്കാരന് വേണ്ടി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബ്ബിനോട് ശുപാർശ ചെയ്യാൻ ഒരുങ്ങിയപ്പോ ഇവിടെ പരാതിക്കാരൻ റമദാനാണ്, ഷഹ്റു റമദാനാണെന്ന് പറഞ്ഞപ്പോ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ റെക്കമെൻഡിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുന്നു എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമദാനാണ് നമുക്കെതിരെ സാക്ഷി പറയുന്നത് എങ്കിൽ അവിടെ നമ്മെ രക്ഷപ്പെടുത്താൻ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും ഇല്ല എന്നുള്ളത് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ പരിശുദ്ധ റമദാനിനെ പരമാവധി നന്മയായ പ്രവർത്തനങ്ങൾ കൊണ്ട് ഉപയോഗപ്പെടുത്തണം. നമ്മുടെ ഹൃദയം ശുദ്ധിയുള്ളതാക്കി, നന്മയുള്ളതാക്കി, വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വേണ്ടാത്ത സ്വഭാവങ്ങളുടെയൊക്കെ എല്ലാ മ്ലേച്ഛമായ അവസ്ഥയും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമുക്ക് മാറ്റണം. നന്മയുള്ളവരാവണം, ആത്മസംസ്കരണം ലഭിക്കണം എന്ന നല്ല നിയ്യത്തോടുകൂടി വരും ദിവസങ്ങളിലെങ്കിലും പരമാവധി റമദാനിനെ ഉപയോഗപ്പെടുത്തുക, രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുക. റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെയും കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.